ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ്സിലെ സിലബസൊക്കെ മാറി വന്നു. അപ്പോൾ നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 1ാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആദ്യം തന്നെ നമ്മൾ ആറ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആറ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ ആറ്റമിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആറ്റമാണ്. അപ്പോൾ നമുക്കറിയാം ആറ്റംസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, പിന്നെ ആറ്റംസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഓൾ ദ മാറ്റർ. ഇതൊക്കെ നമുക്കറിയാം. ഹൈഡ്രജൻ ആറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റം നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? എച്ച്. സോഡിയം ആറ്റം നമ്മൾ Na എന്നാൽ നാട്രിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് നമ്മൾ Na എന്ന സിമ്പിൾ എടുത്തു. പിന്നെ ഏതാ? ക്ലോറിൻ ആറ്റം Cl. അങ്ങനെ നമ്മൾ ആറ്റം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി ആറ്റത്തിൻ്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ട്. അതിന് നമ്മൾ പ്രോട്ടോൺസ്. ഏതൊക്കെ ആറ്റത്തിൻ്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്? പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ്. ഇനി വരുന്നത് ന്യൂട്രോൺസിന് നോ ചാർജ്. ന്യൂട്രോൺസിന് ചാർജ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആറ്റത്തിൻ്റെ സബ് അറ്റോമിക് പാർട്ടിക്കിളായ പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ന്യൂട്രോണിന് നോ ചാർജ്. ന്യൂട്രോണിന് ചാർജില്ല. ഇനി ആറ്റത്തിൻ്റെ വേറൊരു സവിശേഷത, ഏറ്റവും പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അത് തന്നെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം തുല്യമായിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇനി ആറ്റത്തിന് മാസ് നമ്പർ ഉണ്ട്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ ആറ്റത്തിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്. അറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം, അതിൻ്റെ തുകയാണ് എന്ത്? മാസ് നമ്പർ. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണത്തിൻ്റെയും ന്യൂട്രോണുകളുടെ എണ്ണത്തിൻ്റെയും ആകെ തുകയാണ് മാസ് നമ്പർ. അപ്പോൾ നമുക്ക് ഈ മാസ് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്. അപ്പോൾ നമുക്ക് മാസ് നമ്പറിനെ വീണ്ടും എങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം? മാസ് നമ്പർ ഈക്വൽ ടു അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ നമുക്ക് മാസ് നമ്പറിനെ അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്നും പറയാം. മാസ് നമ്പർ എന്നാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്. അപ്പോൾ നമുക്ക് മാസ് നമ്പർ കണ്ടുപിടിക്കാൻ അറ്റോമിക് നമ്പറും ന്യൂട്രോൺസിൻ്റെ എണ്ണം ആഡ് ചെയ്താൽ നമുക്ക് മാസ് നമ്പർ കിട്ടും. അപ്പോൾ നമുക്ക് അറ്റോമിക് നമ്പർ നോക്കാം. ഓരോ ആറ്റത്തിൻ്റെയും അറ്റോമിക് നമ്പർ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1, ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2, ലിത്തിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3, ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 4, ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6, നൈട്രജൻ്റെ 7, ഓക്സിജൻ്റെ 8, ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9, നിയോൺ അറ്റോമിക് നമ്പർ 10, ആർഗൺ അറ്റോമിക് നമ്പർ, സോഡിയം അറ്റോമിക് നമ്പർ 11. നിയോൺ കഴിഞ്ഞിട്ട് സോഡിയം അറ്റോമിക് നമ്പർ 11, മാഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12, അലുമിനിയം അറ്റോമിക് നമ്പർ 13, സിലിക്കോൺ അറ്റോമിക് നമ്പർ 14, ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ 15, സൾഫർ അറ്റോമിക് നമ്പർ 16,
ക്ലോറിൻ അറ്റോമിക് നമ്പർ 17, ആർഗൺ അറ്റോമിക് നമ്പർ 18, പൊട്ടാഷ്യം അറ്റോമിക് നമ്പർ 19, കാൽഷ്യം അറ്റോമിക് നമ്പർ 20. അപ്പോൾ നമ്മൾ അറ്റോമിക് നമ്പർ എന്നാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഓരോ ആറ്റത്തിലും അറ്റോമിക് നമ്പർ നോക്കാം. ഹൈഡ്രജൻ എന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 1, ഹീലിയത്തിൻ്റെ 2, ഓരോ എലമെൻറ്റിൻ്റെ 20 വരെയുള്ള എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ സിമ്പലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ്റെ സിമ്പൽ H, അറ്റോമിക് നമ്പർ 1. ഹീലിയത്തിൻ്റെ സിമ്പൽ He, അറ്റോമിക് നമ്പർ 2. ലിത്തിയത്തിൻ്റെ സിമ്പൽ Li, അറ്റോമിക് നമ്പർ 3. ബെർലിയത്തിൻ്റെ സിമ്പൽ Be, അറ്റോമിക് നമ്പർ 4. അങ്ങനെ നമ്മൾ 20 എലമെൻറ്റ്സിൻ്റെ സിമ്പലും അറ്റോമിക് നമ്പറും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു ആറ്റംസ് ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാകും. ഓക്സിജൻ ആറ്റം, 2 ഓക്സിജൻ ആറ്റം ചേർന്നാൽ O2 മോളിക്യൂൾ. ഇനി നമുക്ക് ക്ലോറിൻ എടുത്തു, 2 ക്ലോറിൻ ആറ്റം ചേർന്നാൽ Cl2 മോളിക്യൂൾ. നൈട്രജൻ എടുത്തു, N2. ഹൈഡ്രജൻ എടുത്തു, H2. അപ്പോൾ ഇങ്ങനെ ആറ്റംസ് ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ഒരു ഓക്സിജൻ ആറ്റം, ഇത് 2 ഓക്സിജൻ ആറ്റം ചേർന്ന് അത് എന്തായി മാറി? മോളിക്യൂളായിട്ട് മാറി. അപ്പോൾ ആറ്റംസ് ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. 2 ഓക്സിജൻ ആറ്റം ചേർന്ന് O2 മോളിക്യൂൾ, 2 ക്ലോറിൻ ആറ്റം ചേർന്ന് Cl2 മോളിക്യൂൾ, 2 നൈട്രജൻ ആറ്റം ചേർന്ന് N2 മോളിക്യൂൾ, 2 ഹൈഡ്രജൻ ആറ്റം ചേർന്ന് H2 മോളിക്യൂൾ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ആറ്റംസ് ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ആറ്റംസ്, അപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്റ്റൻസ് നോക്കാം. ഷുഗർ, ആദ്യം തന്നെ നമ്മൾ ഷുഗറിൻ്റെ മോളിക്യുലർ ഫോർമുല C12H22O11. അതായത് ഷുഗർ എന്ന സബ്സ്റ്റൻസിൽ ഏതൊക്കെ ആറ്റം ചേർന്നിട്ടാണ് നോക്കാം. ഏതൊക്കെ ആറ്റം വന്നിരിക്കുന്നത്? കാർബൺ എന്ന ആറ്റം, ഹൈഡ്രജൻ എന്ന ആറ്റം, ഓക്സിജൻ എന്ന ആറ്റം. അപ്പോൾ ഷുഗർ എന്ന സബ്സ്റ്റൻസിലെ ഡിഫറെൻറ്റ് ആറ്റംസ് ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ ഈ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ, അതായത് ഓരോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റവും അതിൻ്റെ റേഷ്യോ നോക്കാം. 12:22:11. അപ്പോൾ റേഷ്യോ എന്താ വന്നിരിക്കുന്നത്? 12:22:11. ഇപ്പോൾ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റം ഏതൊക്കെ ആറ്റം വന്നിരിക്കുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റം എത്രയാണ്? 12:, കാർബൺ 12 ആറ്റം ഉണ്ട്, ഹൈഡ്രജൻ 22 ആറ്റം ഉണ്ട്, ഓക്സിജൻ 11 ആറ്റം ഉണ്ട്, 11 ആറ്റം ഉണ്ട്. അപ്പോൾ 12:22:11. ഇനി നമ്മൾ അടുത്തത് നമുക്ക് ഗ്ലൂക്കോസ് എന്ന മോളിക്യൂൾ നോക്കാം. ഗ്ലൂക്കോസ് C6H12O6. അതായത് 6 കാർബൺ ആറ്റം, 12 ഹൈഡ്രജൻ ആറ്റം, 6 ഓക്സിജൻ ആറ്റം. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ റേഷ്യോ ഓഫ് ആറ്റംസ് നോക്കാം നമുക്ക്. C:H:O, 6:12:6. അപ്പോൾ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് റേഷ്യോ എടുക്കുക. അതായത് ഓരോന്നിനും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 6/6, 1:12/6, 2, 6/6, 1. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്തായിരിക്കും? 1:2:1. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഏതൊക്കെ ആറ്റംസ് വന്നിരിക്കുന്നത് മോളിക്കുലർ ഫോർമുലയിൽ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ നമുക്ക് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ, അതിൻ്റെ ഓരോ ആറ്റത്തിൻ്റെയും നമുക്ക് റേഷ്യോ എടുക്കുക. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് 6:12:6 എന്നുള്ളത് നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1:2:1. നെക്സ്റ്റ് വാട്ടർ മോളിക്യൂൾ. വാട്ടർ നോക്കാം. വാട്ടർ H2O. അപ്പോൾ വാട്ടറിൻ്റെ മോളിക്കുലർ ഫോർമുല H2O. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ ആറ്റം? ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും. ഹൈഡ്രജൻ ആറ്റം ഓക്സിജൻ ആറ്റം റേഷ്യോ എന്ത് വരും? 2:1. 2:1 ആണ് വാട്ടർ മോളിക്യൂൾ. വാട്ടറിൻ്റെ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ ഓരോ ആറ്റത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1. അപ്പോൾ നമുക്കറിയാം ഓരോ സബ്സ്റ്റൻസിൻ്റെയും മോളിക്യൂൾസ് എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഷുഗറിൻ്റെ C12H22O11. ഗ്ലൂക്കോസ് നമ്മൾ പഠിച്ചു C6H12O6. വാട്ടറിൻ്റെ നമ്മൾ H2O. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിലും മോളിക്യൂൾസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഷുഗറിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഗ്ലൂക്കോസിലും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ വരുന്നുണ്ട്.
പക്ഷേ നമ്പർ ഓഫ് ആറ്റംസ് ഡിഫറെൻ്റ് ആണ്. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റം വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ സബ്സ്റ്റൻസിലും വ്യത്യസ്ത റേഷ്യോയിലാണ് ഓരോ ആറ്റവും വന്നിരിക്കുന്നത്. അപ്പം ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൽ ഡിഫറെൻറ്റ് മോളിക്യൂൾസ്, ഡിഫറെൻറ്റ് ആറ്റം, അത് ഡിഫറെൻറ്റ് റേഷ്യോ, വ്യത്യസ്ത റേഷ്യോയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിലെത്താം.